മുനമ്പം മനുഷ്യക്കടത്തുമായി ബന്ധപ്പെട്ട് ഗുരുവായൂരിലെ 3 ഹോട്ടലുകളിൽ പരിശോധന. ശ്രീലങ്കൻ അഭയാർത്ഥികൾ ഉൾപ്പെടെ 91 പേരടങ്ങുന്ന സംഘം ഗുരുവായൂരിൽ താമസിച്ചതായി കണ്ടെത്തി. വൈദ്യുതി ബോർഡും കേബിൾ ടിവി ഓപ്പറേറ്റർമാരും തമ്മിലുള്ള പ്രശ്നങ്ങൾ ചർച്ച ചെയ്ത് പരിഹരിക്കുമെന്ന് മന്ത്രി എം മണി. പ്രാദേശിക മാധ്യമങ്ങൾ ഇല്ലായ്മ ചെയ്യാനായി എത്തുന്ന വൻകിട കുത്തകകളെ കരുതിയിരിക്കണമെന്നും മന്ത്രി. മേലൂരിലെ പുലിഭീതി ജില്ലയുടെ അതിർത്തി ഗ്രാമങ്ങളിലേക്കും. പുലിയെ പിടികൂടാനുള്ള ശ്രമങ്ങളുമായി വനം വകുപ്പ്. നന്ദിക്കരയിൽ ഗണപതി ക്ഷേത്രത്തിൽ മോഷണം. 1.5 വർഷത്തിനിടെ ക്ഷേത്രത്തിൽ മോഷണം നടക്കുന്നത് 3ാം തവണ. സർക്കാർ സ്കൂളുകൾ സംരക്ഷിക്കാൻ പൊതുജനങ്ങളുടെ കരുതലും സഹകരണവും ഉണ്ടാകണമെന്ന് മന്ത്രി എ.സി. മൊയ്തീൻ. 5 വർഷം കൊണ്ട് കേരളത്തിലെ സർക്കാർ വിദ്യാലയങ്ങൾ ഹൈടെക് ആക്കി മാറ്റുമെന്ന് ഡോക്ടർ പി.കെ. ബിജു എം.പി. നമസ്കാരം. മുനമ്പം മനുഷ്യക്കടത്തുമായി ബന്ധപ്പെട്ടവർ താമസിച്ചിരുന്ന ഗുരുവായൂരിലെ 3 ഹോട്ടലുകൾ കൊടുങ്ങല്ലൂർ പോലീസ് പരിശോധന നടത്തി. ശ്രീലങ്കൻ അഭയാർത്ഥികൾ ഉൾപ്പെടെ 91 പേർ സംഘത്തിൽ ഉണ്ടായിരുന്നതായി പോലീസ് കണ്ടെത്തി. കിഴക്കേനടയിൽ ബസ് സ്റ്റാൻഡിന് മുന്നിലുള്ള CA ടവർ, പ്രസാദം ഇൻ, പ്രാർത്ഥന ഇൻ എന്നിവിടങ്ങളിലാണ് കൊടുങ്ങല്ലൂർ SI ER ബൈജുവിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് പരിശോധന നടത്തിയത്. പ്രാർത്ഥന ഇന്നിൽ ഈ മാസം 4 മുതൽ 11 വരെ 69 പേരാണ് താമസിച്ചിരുന്നത്. പ്രസാദം ഇന്നിൽ 12 പേരാണ് 2 ദിവസം താമസിച്ചത്. CA ടവറിൽ 10 പേരാണ് ഉണ്ടായിരുന്നത്. സംഘത്തിൽ സ്ത്രീകളും കുട്ടികളും ഉണ്ടായിരുന്നതായി ലോഡ്ജ് ജീവനക്കാർ പറഞ്ഞു. ഹിന്ദിയും തമിഴുമാണ് ഇവർ സംസാരിച്ചിരുന്നത്. ഗുരുവായൂരിൽ നിന്ന് ചോറ്റാനിക്കരയിലേക്കും അവിടെ നിന്ന് ചെറായിലേക്കുമാണ് സംഘം പോയതെന്ന് പോലീസ് കണ്ടെത്തി. ഡൽഹി, മദാർഗിരി, അംബേദ്കർ കോളനിയിൽ നിന്നുള്ള സംഘത്തിൽ ശ്രീലങ്കൻ പാസ്പോർട്ട് ഉള്ളവരും ഉണ്ടായിരുന്നതായി പോലീസിന് വിവരം ലഭിച്ചിട്ടുണ്ട്. ഹോട്ടലുകളിൽ ഇവർ നൽകിയ തിരിച്ചറിയൽ കാർഡിന്റെ കോപ്പികൾ പോലീസ് ശേഖരിച്ചു. ഈ മാസം 12-ന് പുലർച്ചെയാണ് മുനമ്പത്ത് നിന്ന് 230 കുടുംബങ്ങൾ ന്യൂസിലാൻഡിലേക്ക് കടന്നത്. 1,20 ലക്ഷം രൂപ നൽകി സംഘം മുനമ്പത്ത് നിന്ന് മത്സ്യബന്ധന ബോട്ട് വാങ്ങിയതായും പോലീസിന് വിവരം ലഭിച്ചിരുന്നു. 10 ലക്ഷം രൂപയ്ക്കുള്ള ഡീസലും ഭക്ഷണവും സംഘം ശേഖരിച്ചിരുന്നു. ബോട്ടിൽ ഭാരം കുറയ്ക്കുന്നതിനായി സംഘത്തിന്റെ ബാഗുകൾ ഉപേക്ഷിച്ചതിൽ നിന്നാണ് മനുഷ്യക്കടത്തുമായി ബന്ധപ്പെട്ട പോലീസിന് സൂചന ലഭിക്കുന്നത്. ഭാരക്കൂടുതൽ മൂലം ബോട്ടിൽ കയറ്റാതെ തിരിച്ചയച്ചവരിൽ നിന്നാണ് സംഘം ഗുരുവായൂരിൽ താമസിച്ചിരുന്നതായി വിവരം കിട്ടിയത്. കൊടുങ്ങല്ലൂർ CI PK പത്മരാജനാണ് കേസന്വേഷണ ചുമതല. ASI PJ ഫ്രാൻസിസ്, സീനിയർ CPO CR പ്രദീപ് എന്നിവരും ഗുരുവായൂരിൽ അന്വേഷണത്തിനെത്തിയവരിലുണ്ടായിരുന്നു. TCV ഗുരുവായൂർ. കേബിൾ ടിവി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ സംസ്ഥാന കൺവെൻഷന് അടിമാലിയിൽ തുടക്കമായി. വൈദ്യുതി ബോർഡും കേബിൾ ഓപ്പറേറ്റേഴ്സും തമ്മിലുള്ള പോസ്റ്റ് വാടക അടക്കമുള്ള പ്രശ്നങ്ങൾ ചർച്ച ചെയ്ത് പരിഹരിക്കുന്നതിന് നടപടി സ്വീകരിക്കുമെന്ന് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്ത വൈദ്യുതി വകുപ്പ് മന്ത്രി എം മണി. സംഘടിതമായി നിന്നാൽ നിലവിലുള്ള പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാകുമെന്നും COA നാടിന് മാതൃകാപരമായ പ്രവർത്തനമാണ് കാഴ്ചവെക്കുന്നതെന്നും മന്ത്രി എം മണി പറഞ്ഞു. വൈദ്യുതി കാലുകളിൽ കേബിൾ ടിവി ശൃംഖല തീർക്കുമ്പോൾ ഈടാക്കുന്ന വാടക സംബന്ധിച്ച് കേബിൾ ടിവി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷന്റെയും വൈദ്യുതി ബോർഡിന്റെയും സംയുക്ത യോഗം വിളിക്കുമെന്നും മന്ത്രി പറഞ്ഞു. ഗവൺമെന്റ് ബോർഡുമായി ബന്ധപ്പെട്ട് ചില പ്രശ്നങ്ങൾ ഉന്നയിച്ച് നിവേദനം കിട്ടിയിട്ടുണ്ട്. ഞാൻ നിങ്ങളുമായി ഒരു ചർച്ചയ്ക്കൊക്കെ ബോർഡിന്റെ ബന്ധപ്പെട്ട ആളുകളെയൊക്കെ പങ്കെടുപ്പിച്ചുകൊണ്ട് ഒരു ചർച്ചയ്ക്കൊക്കെ തയ്യാറാകാം. നമ്മുടെ സമൂഹത്തിൽ വലിയ പങ്ക് വഹിക്കുന്നുണ്ട്. അത് ആരോഗ്യകരമായി നമ്മുടെ സമൂഹത്തെ വളർത്തുന്ന കാര്യത്തിൽ മാധ്യമരംഗത്തിന്റെ വാർത്താ പ്രചരണത്തിന്റെ കാര്യത്തിൽ വലിയ പങ്ക് വഹിക്കുന്നുണ്ട്. ഗ്രാമങ്ങളെപ്പോലും ഉന്നതിയിൽ കൊണ്ടുവരാനും അവരുടെ പ്രശ്നങ്ങൾ പൊതുയിടങ്ങളിൽ എത്തിക്കാനും പ്രാദേശിക മാധ്യമങ്ങൾ വലിയ പങ്ക് വഹിക്കുന്നുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. എന്നാൽ ഈ കൂട്ടരെ ഇല്ലായ്മ ചെയ്യാനായി എത്തുന്ന വൻകിട കുത്തകകളെ കരുതിയിരിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. അടിമാലി ടൗൺഹാളിൽ വെച്ച് നടന്ന ഉദ്ഘാടന യോഗത്തിൽ സംസ്ഥാന പ്രസിഡന്റ് K. വിജയകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. ഇടുക്കി MP അഡ്വക്കേറ്റ് ജോയ്സ് ജോർജ് മുഖ്യപ്രഭാഷണം നടത്തി. ദേവികുളം MLA S. രാജേന്ദ്രൻ, അടിമാലി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീജ ജോർജ്, COA ജനറൽ സെക്രട്ടറി KV രാജൻ, ട്രഷറർ അബൂബക്കർ സിദ്ദിഖ്, ബിനു S, P. ഗോപകുമാർ, സജീവ് കുമാർ, ജ്യോതി കുമാർ, മൻസൂർ, അജിത് ദാസ്, പ്രവീൺ മോഹൻ, രാജ്മോഹൻ, K. ഗോവിന്ദൻ തുടങ്ങിയവർ സംസാരിച്ചു. ജനറൽ കൺവീനർ PS സിബി സ്വാഗതവും ജില്ലാ സെക്രട്ടറി സിറിയക് J. കൊട്ടാരം നന്ദിയും അർപ്പിച്ചു. ഉദ്ഘാടന യോഗത്തിന് ശേഷം വിവിധ കമ്മിറ്റികളുടെ തെരഞ്ഞെടുപ്പുകളും വിവിധ റിപ്പോർട്ടുകളുടെ അവതരണവും ഉണ്ടായിരുന്നു. ബ്രോഡ്ബാൻഡ് ഹോട്ട്സ്പോട്ടിന്റെ ഉദ്ഘാടനം പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല നിർവഹിക്കും. സംസ്ഥാനത്തെ വിവിധ ഇടങ്ങളിൽ നിന്നായി തെരഞ്ഞെടുക്കപ്പെട്ട 350ഓളം പ്രതിനിധികൾ പങ്കെടുക്കും. നേരത്തെ 100 കണക്കിന് പ്രതിനിധികളുടെ നേതൃത്വത്തിൽ അടിമാലി ടൗണിൽ നടത്തിയ വിളംബര ജാഥ COAയുടെ ശക്തി തെളിയിക്കുന്ന പ്രകടനമായി. TCV തൃശൂർ. മേലൂർ പഞ്ചായത്തിൽ ആഴ്ചകളായി നിലനിൽക്കുന്ന പുലിഭീതി എറണാകുളം ജില്ലയുടെ അതിർത്തി ഗ്രാമങ്ങളിലേക്കും വ്യാപിച്ചു. പുലിയെ കണ്ടെന്ന അഭ്യൂഹങ്ങൾ പരന്നതോടെ പാലിശ്ശേരിയിൽ കഴിഞ്ഞ ദിവസം വനപാലകർ കെണിക്കൂട് സ്ഥാപിച്ചു. നിരീക്ഷണ ക്യാമറകളും വെച്ചിട്ടുണ്ട്.
പുഷ്പഗിരിയിൽ വെച്ചിരുന്ന കെണിക്കൂടാണ് പാലിശ്ശേരിയിലേക്ക് മാറ്റിയത്. ഇവിടെ കഴിഞ്ഞ ദിവസം ചില വീടുകളുടെ മുറ്റത്ത് പുലിയുടേതെന്ന് സംശയിക്കുന്ന കാൽപ്പാടുകൾ കാണപ്പെട്ടു. തൊട്ടടുത്ത മുന്നൂർപ്പിള്ളിയിലും പുലിഭീതിയിലാണ്. 2 വീടുകളിലെ ആടുകളെ അജ്ഞാതജീവി ആക്രമിച്ച് വകയിരുത്തിയിരുന്നു. അങ്കമാലി കറുകുറ്റിയിലും പുലിഭീതിയെ തുടർന്ന് കെണിക്കൂടും നിരീക്ഷണ ക്യാമറകളും സ്ഥാപിച്ചു. ഇവിടെ വീട്ടുപറമ്പിലെ മരത്തിൽ പുലിയുടെ നഖപ്പാടുകൾ കണ്ടെത്തിയിട്ടുണ്ട്. ദേശീയപാത നന്ദിക്കരയിൽ ഗണപതി ക്ഷേത്രത്തിൽ മോഷണം. 2 ഭണ്ഡാരങ്ങളുടെ പൂട്ട് തകർത്താണ് മോഷണം നടന്നിട്ടുള്ളത്. ശനിയാഴ്ച പുലർച്ചെ 3 മണിയോടെ ശബ്ദം കേട്ട് ക്ഷേത്രത്തിന് സമീപമുള്ള മുറിയിൽ താമസിക്കുന്ന ശാന്തിമാർ പുറത്തേക്കിറങ്ങിയപ്പോൾ മോഷ്ടാക്കൾ ഓടി രക്ഷപ്പെടുകയായിരുന്നു. വഴിപാട് കൗണ്ടറിന്റെ പൂട്ട് തകർത്തതിന് ശേഷം അതിനുള്ളിലെ മെയിൻ സ്വിച്ച് ഓഫ് ചെയ്താണ് മോഷണം നടത്തിയിട്ടുള്ളത്. 1.5 വർഷത്തിനിടെ 3-ാം തവണയാണ് ക്ഷേത്രത്തിൽ മോഷണം നടക്കുന്നത്. ഒരു തവണ ശാന്തിയെ മുറിക്കുള്ളിൽ പൂട്ടിയിട്ട് മോഷണം നടത്തിയിട്ടുണ്ട്. പുതുക്കാട് പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചു. കുന്നംകുളം നിയോജകമണ്ഡലത്തിലെ മുഴുവൻ സർക്കാർ സ്കൂളുകളിലും ആധുനിക സൗകര്യങ്ങളുള്ള കെട്ടിടങ്ങൾ നിർമ്മിച്ചു നൽകുന്ന പദ്ധതികൾ പൂർത്തീകരിച്ചു വരികയാണെന്നും കോടികളാണ് ഇതിനുവേണ്ടി സർക്കാർ വകയിരുത്തിയിട്ടുള്ളതെന്നും തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി എ.സി. മൊയ്തീൻ പറഞ്ഞു. മണ്ടംപറമ്പ് ഗവൺമെന്റ് എൽ.പി. സ്കൂളിൽ പുതുതായി നിർമ്മിക്കുന്ന കെട്ടിടത്തിന്റെ ശിലാസ്ഥാപന ചടങ്ങ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സർക്കാർ സ്കൂളുകൾ സംരക്ഷിക്കാൻ പൊതുജനങ്ങളുടെ കരുതലും സഹകരണവും ഉണ്ടാകണമെന്നും മന്ത്രി പറഞ്ഞു. ഈ മണ്ഡലത്തിലെ എല്ലാ ഗവൺമെന്റ് സ്കൂളുകളിലെയും ആധുനിക സൗകര്യങ്ങളുള്ള കെട്ടിടം വ്യത്യസ്ത രൂപത്തിൽ രക്ഷിതാക്കളുടെ നിങ്ങളുടെയൊക്കെ സഹായത്തോടുകൂടി പണിയാൻ വേണ്ടിയുള്ള നടപടികളാണ് സ്വീകരിച്ചിട്ടുള്ളത്. തീർച്ചയായും നമുക്ക് നാളത്തെ നമ്മുടെ കുട്ടികൾക്ക് പഠനത്തിനാവശ്യമായ എല്ലാ സൗകര്യങ്ങളും ഇതിന്റെ ഭാഗമായി ഒരുക്കി കൊടുക്കാനാണ് സർക്കാർ ഉദ്ദേശിക്കുന്നത്. ബഡ്ജറ്റിൽ ഉൾപ്പെടുത്തി മന്ത്രി എ.സി. മൊയ്തീൻ അനുവദിച്ച 1 കോടി രൂപ ഉപയോഗപ്പെടുത്തിയാണ് സ്കൂളിന് പുതിയ കെട്ടിടം നിർമ്മിക്കുന്നത്. പി.കെ. ബിജു എം.പി. വിശിഷ്ടാതിഥിയായി. വിദ്യാഭ്യാസ രംഗത്ത് അത്ഭുതപൂർവമായ വളർച്ചയാണ് ഇടതുപക്ഷ സർക്കാർ നിലവിൽ വന്നതിനു ശേഷം നടന്നുകൊണ്ടിരിക്കുന്നതെന്നും 5 വർഷം കൊണ്ട് കേരളത്തിലെ മുഴുവൻ സർക്കാർ വിദ്യാലയങ്ങളും ഹൈടെക്കാക്കി മാറ്റുമെന്നും എം.പി. പറഞ്ഞു. വിദ്യാഭ്യാസ രംഗത്ത് അഭൂതപൂർവമായിട്ടുള്ള വളർച്ച ഇന്ന് 2.5 വർഷം കൊണ്ട് ഇടതുപക്ഷ ഗവൺമെന്റ് വന്നതിന് ശേഷം പൊതുവിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നടക്കുകയാണ്. 1000 സ്കൂളുകൾ ഇന്ന് നമ്മുടെ സംസ്ഥാനത്ത് വിദ്യാഭ്യാസ രംഗത്ത് ലോക നിലവാരത്തിൽ എത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനം നടക്കുകയാണ്. കടങ്ങോട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രമണി രാജൻ അധ്യക്ഷത വഹിച്ചു. ചൊവ്വന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എ.വി. സുമതി മുഖ്യാതിഥിയായി. സ്കൂൾ പ്രധാന അധ്യാപിക ഷെറിൻ ഡേവിസ്, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സുഗിജ സുമേഷ്, ജില്ലാ പഞ്ചായത്ത് അംഗം കല്യാണി എസ്. നായർ, പഞ്ചായത്ത് വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ജലീൽ ആദൂർ, വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അഡ്വക്കേറ്റ് കെ.എം. നൌഷാദ്, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ കെ.ആർ. സിമി, വാർഡ് മെമ്പർ ടി.പി. ജോസഫ് തുടങ്ങിയവർ പങ്കെടുത്തു. ടി.സി.വി. ന്യൂസ്, എരുമപ്പെട്ടി. ചാലക്കുടി സെന്റ് ജെയിംസ് ആശുപത്രി ജീവനക്കാരെ രോഗികളുടെ ബന്ധുക്കൾ കയ്യേറ്റം ചെയ്തു. ആക്രമണത്തിൽ 2 സെക്യൂരിറ്റി ജീവനക്കാരുടെ കൈയൊടിഞ്ഞു. പോട്ട സ്വദേശി ചുള്ളിവീട്ടിൽ വർഗീസ്, വെള്ളാഞ്ചിറ ചുണ്ടേപ്പറമ്പിൽ വീട്ടിൽ ജെഫി സൈമൺ എന്നിവർക്കാണ് പരിക്കേറ്റത്. ശനിയാഴ്ച പുലർച്ചെയായിരുന്നു സംഭവം. നെഞ്ചുവേദനയുമായി എത്തിയ സ്ത്രീയെ മണിക്കൂറുകൾ കഴിഞ്ഞിട്ടും മറ്റ് ആശുപത്രിയിലേക്ക് വിടാൻ തയ്യാറാകാതിരുന്ന ഡോക്ടർമാരുടെ നിലപാടിനെ തുടർന്നാണ് ബന്ധുക്കൾ രോഷാകുലരായതെന്ന് പറയുന്നു. 4 പേർ ചേർന്നാണ് ആക്രമണം നടത്തിയത്. ഓഫീസിലെ ടെലിഫോൺ തകർത്ത ഇവർ ജീവനക്കാരെ ആക്രമിക്കുകയായിരുന്നു. വിവരമറിഞ്ഞ് പോലീസ് സ്ഥലത്തെത്തി. സംഭവവുമായി ബന്ധപ്പെട്ട് കുറ്റിച്ചിറ, കാരാപ്പടം സ്വദേശികളായ 4 പേർക്കെതിരെ ചാലക്കുടി പോലീസ് കേസെടുത്തു. പിന്നീട് രോഗിയെ മറ്റൊരു ആശുപത്രിയിലേക്ക് കൊണ്ടുപോവുകയായിരുന്നു. ആശുപത്രി ജീവനക്കാരെ ആക്രമിക്കുന്നത് സേവന സന്നദ്ധതയുടെ വീര്യം കെടുത്തുമെന്നും ഉത്തരവാദികളായവരെ ഉടൻ പിടികൂടണമെന്നും സത്സംഗ് രക്ഷാധികാരി ഫാദർ ഡോക്ടർ ഫ്രാൻസിസ് ആലപ്പാട്ട് ആവശ്യപ്പെട്ടു. ചാവക്കാട് നഗരസഭ ആരോഗ്യ വിഭാഗം നടത്തിയ പരിശോധനയിൽ വിവിധ ഭക്ഷണശാലകളിൽ നിന്നും പഴകിയതും ഉപയോഗയോഗ്യമല്ലാത്തതുമായ ഭക്ഷ്യവസ്തുക്കൾ പിടിച്ചെടുത്തു. പഴകിയ ഭക്ഷണ സാധനങ്ങളാണ് പിടിച്ചെടുത്തത്. മണത്തല നേർച്ചയോടനുബന്ധിച്ച് നഗരത്തിലെ മുഴുവൻ ഹോട്ടലുകളും അനുബന്ധ സ്ഥാപനങ്ങളിലും പ്രത്യേകം പരിശോധന നടത്തുമെന്ന് നഗരസഭാ സെക്രട്ടറി അറിയിച്ചു. നഗരസഭാ ഹെൽത്ത് ഇൻസ്പെക്ടർമാരായ പോൾ തോമസ്, ഷമീർ, ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർമാരായ ശിവപ്രസാദ്, വസന്ത്, റിജേഷ് എന്നിവർ പരിശോധനയ്ക്ക് നേതൃത്വം നൽകി. മരുതിയൂർ ചന്ദനക്കുടം നേർച്ചയ്ക്കെത്തിയ ആന ഇടഞ്ഞ് അനുസരണക്കേട് കാട്ടിയത് ജനങ്ങളിൽ പരിഭ്രാന്തി പരത്തി. ഇരിങ്ങപ്പുറം കളരിക്കാവ് അമ്പാടിക്കണ്ണൻ എന്ന ആനയാണ് ഇടഞ്ഞത്. നേർച്ചയോടനുബന്ധിച്ച് കാളാനി ഭാഗത്തു നിന്നുള്ള രാത്രിയിലെ നാട്ടുകാഴ്ചയ്ക്ക് കൊണ്ടുപോകുകയായിരുന്ന ആന വാഹനങ്ങളുടെ ഹോൺ ശബ്ദം കേട്ട് ഭയന്നതോടെ പാപ്പാന്മാരെ അനുസരിക്കാതെ പാവറട്ടി ടൗൺ ഭാഗത്തേക്ക് നടക്കുകയായിരുന്നു. പാവറട്ടി ടൗണിന് 100 മീറ്റർ സമീപം നടുറോഡിൽ ആന നിലയുറപ്പിച്ചു. പാപ്പാന്മാരും എലിഫന്റ് സ്ക്വാഡും ആനയെ അനുനയിപ്പിക്കാൻ ശ്രമിച്ചുവെങ്കിലും കഴിഞ്ഞില്ല. സമീപത്തെ പറമ്പിലേക്ക് കയറിയ ആന ചുറ്റും കൂടി നിന്നവരെ വിരട്ടിയോടിച്ചു. ഏറെ നേരത്തെ പരിശ്രമത്തിന് ശേഷം എലിഫന്റ് സ്ക്വാഡും പാപ്പാന്മാരും ചേർന്ന് സ്വകാര്യ വ്യക്തിയുടെ പറമ്പിൽ ആനയെ തളയ്ക്കുകയായിരുന്നു.
ഏറെ പ്രതിഷേധങ്ങൾക്കും വിവാദങ്ങൾക്കും ഒടുവിൽ ചാവക്കാട് മത്സ്യമാർക്കറ്റ് തുറന്നുകൊടുത്തു. 2018 മാർച്ച് മാസത്തിലാണ് മത്സ്യമാർക്കറ്റ് മന്ത്രി കെ.ടി. ജലീൽ ഉദ്ഘാടനം ചെയ്തത്. എന്നാൽ നാളിതുവരെ മാർക്കറ്റ് തുറന്നുകൊടുക്കാത്തത് ഏറെ പ്രതിഷേധങ്ങൾക്കും വിവാദങ്ങൾക്കും വഴിവെച്ചിരുന്നു. വൈദ്യുതീകരണവും റൂമുകളുടെ ലേലവും പൂർത്തീകരിക്കാത്തതിനാലാണ് മാർക്കറ്റ് തുറന്നുകൊടുക്കാൻ വൈകിയതെന്നാണ് നഗരസഭ അധികൃതരുടെ വിശദീകരണം. വർഷങ്ങളായി ബീച്ചിലെ ഓട്ടോ പാർക്കിന് പുറകിലായി റോഡരികിൽ നടത്തിയിരുന്ന മാർക്കറ്റ് പ്രദേശവാസികൾക്കും കടൽ കാണാനെത്തുന്ന സഞ്ചാരികൾക്കും ഏറെ ബുദ്ധിമുട്ട് സൃഷ്ടിച്ചിരുന്നു. പ്രദേശത്ത് മലിനജലം കെട്ടിക്കിടക്കുന്നത് മൂലം കൊതുക് ശല്യവും ഏറെ വർദ്ധിച്ചിരുന്നു. പുതിയ മത്സ്യമാർക്കറ്റ് വന്നതോടെ ഇതിനെല്ലാം പരിഹാരമാകുമെന്നാണ് പ്രതീക്ഷ. ഇടവേള. ഒരു ബിൽഡർ എന്ന നിലയിൽ ഗുണമേന്മയിൽ നോ കോംപ്രമൈസ്. അതുകൊണ്ട് തന്നെ എന്റെ ഫസ്റ്റ് ചോയ്സ് എപ്പോഴും കേബിൾ പോയിന്റ്, where you can see and feel just about the entire range of electrical products. The complete hypermarket for all electrical products. Electrical switches, fans, wires, decorative lamps എന്നിവയുടെ അതിവിപുലമായ കളക്ഷൻ. മികച്ച ഗുണമേന്മയോടൊപ്പം കുറഞ്ഞ വില. നിങ്ങളും റെക്കമെൻഡ് ചെയ്യും. ന്യൂ കേബിൾ പോയിന്റ്, ശങ്കരയ്യർ ജംഗ്ഷൻ, MG റോഡ്, തൃശൂർ. വാർത്തകളിലേക്ക്. പൊള്ളലേറ്റ് ചികിത്സയിലായിരുന്ന വീട്ടമ്മ മരിച്ചു. തൊയക്കാവ് കാളിയേക്കൽ സ്വദേശി മാക്കൽ വീട്ടിൽ വാസു ഭാര്യ 81 വയസ്സുള്ള സൗദാമിനിയാണ് മരിച്ചത്. പാടൂർ GMUP സ്കൂളിലെ റിട്ടയർഡ് അധ്യാപികയും വെങ്കടങ്ങ് പഞ്ചായത്ത് മുൻ മെമ്പറും സജീവ കോൺഗ്രസ് പ്രവർത്തകയുമായിരുന്നു. കഴിഞ്ഞ ചൊവ്വാഴ്ച വൈകിട്ട് വീട്ടിൽ സന്ധ്യാദീപം തെളിയിക്കുന്നതിനിടെ വിളക്കിൽ നിന്നും സാരിയിലേക്ക് തീ പടരുകയായിരുന്നു. ഗുരുതരമായി പരിക്കേറ്റ സൗദാമിനിയെ ഉടൻ തന്നെ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചുവെങ്കിലും ശനിയാഴ്ച രാവിലെ മരിക്കുകയായിരുന്നു. മരുതയൂർ ചെന്ത്രത്തി ചന്ദനക്കുടം നേർച്ചയാഘോഷം ഭക്തിസാന്ദ്രമായി. വിവിധ ദേശങ്ങളിൽ നിന്നും ഗജവീരന്മാരുടെയും വാദ്യമേളങ്ങളുടെയും അകമ്പടിയോടെ പുറപ്പെട്ട കൊടിയേറ്റ കാഴ്ചകൾ മരുതയൂർ കവലയിൽ സംഗമിച്ചു. തുടർന്ന് മഹാഘോഷയാത്രയായി ജാറത്തിലെത്തി. മൗലിദ് പാരായണം, കൂട്ട സിയാറത്ത്, നേർച്ചയായി ചക്കരക്കഞ്ഞി വിതരണം എന്നിവ നടന്നു. രാത്രി ഗജവീരന്മാരുടെയും വാദ്യമേളങ്ങളുടെയും അകമ്പടിയോടെ വിവിധ നാട്ടുകാഴ്ചകൾ ജാറത്തിൽ എത്തിച്ചേരും. ക്രമസമാധാന പാലനത്തിനായി പാവർട്ടി SI അനിൽകുമാർ മേപ്പുള്ളിയുടെ നേതൃത്വത്തിൽ വൻ പോലീസ് സംഘവും സ്ഥലത്ത് ക്യാമ്പ് ചെയ്യുന്നുണ്ട്. ജില്ലാ കോടതി ഒഫീഷ്യൽ റിസീവറായി അഡ്വക്കേറ്റ് ഇ പ്രജിത് കുമാറിനെ നിയമിച്ചു. ജില്ലാ കോടതിയിൽ നടന്ന ചടങ്ങിൽ പ്രജിത് കുമാർ ചുമതലയേറ്റു. 5 വർഷത്തിനാണ് റിസീവറായി നിയമനം ലഭിച്ചിട്ടുള്ളത്. എരുമപ്പെട്ടി പാഴിയോട്ടുമുറി കൂടക്കുഴി സ്വദേശിയായ പ്രജിത് കുമാർ തൃശൂർ ബാറിലെ അഭിഭാഷകനാണ്. ശരീര സൗന്ദര്യ മത്സരത്തിലെ ഉയർന്ന മത്സര വിഭാഗമായ മിസ്റ്റർ ഏഷ്യ മത്സരത്തിന് സെലക്ഷൻ ലഭിച്ചിട്ടും സാമ്പത്തിക ബുദ്ധിമുട്ടിനാൽ പോകാൻ സാധിക്കാതെ വലയുന്ന ആറാട്ടുപുഴ സ്വദേശി മുളങ്ങാട്ടിൽ വീട്ടിൽ രജീഷിന് സഹായഹസ്തവുമായി കരുവന്നൂർ കനിവ് കൂട്ടായ്മ. രജീഷിന്റെ അവസ്ഥ വിശദമാക്കി TCV നൽകിയ വാർത്തയുടെ അടിസ്ഥാനത്തിലാണ് കൂട്ടായ്മ സാമ്പത്തിക സഹായം നൽകിയത്. രജീഷിന് മത്സരത്തിൽ പങ്കെടുക്കുന്നതിനാവശ്യമായ തുക കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ രജീഷിന്റെ വീട്ടിൽ വെച്ച് കോസ്റ്റൽ CI PR ബിജോയ് കൈമാറി. സംഘാടന അംഗങ്ങളായ രാജു പുളിക്കൽ, ഷംനാഥ്, സഖീഷ്, മുഹമ്മദ് അലി തുടങ്ങിയവരുടെ നേതൃത്വത്തിലാണ് തുക സ്വരൂപിച്ചത്. 15 വർഷക്കാലത്തോളമായി രജീഷ് ജിമ്മിൽ പരിശീലനം നടത്തുന്നു. ഇത്തവണ ഡൽഹിയിലാണ് മിസ്റ്റർ ഏഷ്യ മത്സരം നടക്കുന്നത്. ഇന്ത്യയ്ക്ക് വേണ്ടി ഒരു മെഡൽ നേടുവാനുള്ള ഈ ചെറുപ്പക്കാരന്റെ ആഗ്രഹമാണ് ഇതോടെ സജീവമാകുന്നത്. കലാവതരണവും ആസ്വാദനവും ചിലർക്ക് മാത്രം അവകാശപ്പെട്ടതാണെന്ന ബോധത്തെയാണ് ആധുനിക നവോത്ഥാന കേരളം തകർത്തെറിഞ്ഞതെന്ന് തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി AC മൊയ്തീൻ അഭിപ്രായപ്പെട്ടു. മിഴാവ് എന്ന കലാരൂപത്തെ ജനകീയമാക്കുന്നതിൽ മുഖ്യ പങ്കുവഹിച്ച കലാമണ്ഡലം ഈശ്വരനുണ്ണിയുടെ ആദരവായി കലാമണ്ഡലം കൂത്തമ്പലത്തിൽ നടന്ന ഈശ്വരനാഥം പരിപാടിയിലെ സൗഹൃദ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. കലാമണ്ഡലം ഭരണസമിതി അംഗം TK വാസു അധ്യക്ഷത വഹിച്ചു. കേരള സംഗീത നാടക അക്കാദമി സെക്രട്ടറി N രാധാകൃഷ്ണൻ നായർ മുഖ്യപ്രഭാഷണം നടത്തി. കലാമണ്ഡലം വൈസ് ചാൻസലർ ഡോക്ടർ TK നാരായണൻ, കലാമണ്ഡലം പ്രഭാകരൻ, ഡോക്ടർ CM നീലകണ്ഠൻ, V കലാധരൻ, KP നാരായണൻ നമ്പ്യാർ, പ്രൊഫസർ ജോർജ് S പോൾ തുടങ്ങിയവർ സംസാരിച്ചു. പ്രളയ താണ്ഡവത്തിന്റെ ഭീതിപ്പെടുത്തുന്ന ഓർമ്മകളിൽ നിന്നും ഇനിയും വിമുക്തി നേടാത്ത പുള്ള് ഗ്രാമത്തിലെ വിദ്യാർത്ഥികൾ അയൽപ്പക്ക സൗഹൃദ വിദ്യാലയ പരിപാടിയുടെ ഭാഗമായി അന്തിക്കാട് KGM സ്കൂളിലെത്തി. അന്തിക്കാടിന്റെ നന്മകളും പാരമ്പര്യവും വിദ്യാർത്ഥികൾക്ക് മുന്നിൽ പുതിയൊരു പാഠ്യവിഷയങ്ങളായി അവതരിച്ചു. അന്തിക്കാട് KGM LP സ്കൂളിലാണ് അയൽപ്പക്ക സൗഹൃദ വിദ്യാലയം അഥവാ ട്വിന്നിംഗ് പ്രോഗ്രാമിന്റെ ഭാഗമായി പുള്ള് ALP സ്കൂളിലെ വിദ്യാർത്ഥികൾ പഠനത്തിനെത്തിയത്. അധ്യാപകരോടൊപ്പം എത്തിയ വിദ്യാർത്ഥികളെ ബാൻഡ് സെറ്റിന്റെ അകമ്പടിയോടെ സ്വീകരിച്ചു. സ്കൂളിൽ നടന്ന ചടങ്ങിൽ പുള്ള് സ്കൂളിലെ വിദ്യാർത്ഥികൾക്ക് സർവ്വസുഗന്ധി വൃക്ഷം പ്രധാനാധ്യാപകൻ ജോഷി D കൊള്ളന്നൂർ സമ്മാനിച്ചു. അന്തിക്കാട് പ്രദേശത്ത് കേരളത്തെ മൊത്തം ഭീതിയിലാഴ്ത്തിയ പ്രളയത്തിൽ നമ്മുടെ വിദ്യാലയത്തിലെ 5 കുഞ്ഞുമക്കളുടെ ഭവനം ഇല്ലാതാവുകയും ആ കുട്ടികളെ സഹായിക്കാനായിട്ട് നമ്മുടെ കുഞ്ഞുമക്കൾ തന്നെ സഹായ ഹസ്തങ്ങളുമായി വരികയും 1.25 ലക്ഷം രൂപയോളം അവർ കൊണ്ടുവന്ന് നമ്മുടെ കുഞ്ഞുമക്കൾക്ക് സ്വന്തം ഭവനം ഉണ്ടാക്കുന്നതിന് വേണ്ടി ആത്മാർത്ഥമായി സഹകരിച്ച് പ്രവർത്തിച്ച്
ആ സംഖ്യ ഇന്ന് അസംബ്ലിയിൽ വെച്ച് 5 പേർക്കും കൂടി വിതരണം ചെയ്യുകയും ചെയ്തു. ജൈവ വൈവിധ്യ പാർക്ക്, സ്കൂളിൽ വളർത്തുന്ന മുയൽ, വാത്ത, ഗിനിക്കോഴി, ഗിനിപ്പന്നി തുടങ്ങിയവയെല്ലാം വിദ്യാർത്ഥികൾ സാഗൂതം നോക്കിക്കണ്ടു. പ്രളയത്തിൽ വീട് നഷ്ടപ്പെട്ട 5 വിദ്യാർത്ഥികൾക്ക് സ്കൂളിലെ തന്നെ വിദ്യാർത്ഥികൾ സമാഹരിച്ച 1.25 ലക്ഷം രൂപ കൈമാറി. ഈ സ്കൂളിലെ മികവുകള് നേരിട്ട് ഞങ്ങൾ അല്ലാതെ തന്നെ നേരിട്ട് നിരീക്ഷിക്കാറുള്ളതാണ്. ഇപ്പൊ നേരിട്ട് അല്ലെങ്കിൽ കൂടി ഞങ്ങൾ മറ്റുള്ള കാര്യങ്ങളിൽ കൂടിയൊക്കെ ഞങ്ങൾ ഈ സ്കൂളിന്റെ ഇത് നിരീക്ഷിക്കാറുള്ളതാണ് മികവ്. പക്ഷെ ഇപ്പോൾ നേരിട്ട് കണ്ടെത്താനുള്ള ഒരു അവസരം ഞങ്ങൾക്ക് വന്നിരിക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് ഞങ്ങൾ പരമാവധി ഇവിടുത്തെ മികവുകളൊക്കെ കണ്ടെത്തി ഞങ്ങളുടെ സ്കൂളും കൂടുതൽ ഉയരത്തിലെത്താനായിട്ട് ഞങ്ങൾ പരിശ്രമിക്കാനും കൂടിയാണ് ഞങ്ങൾ ഇവിടെ നിന്ന് എത്തിച്ചേർന്നത്. സ്കൂളിന്റെ പ്രവർത്തന രീതികൾ കണ്ടറിഞ്ഞ സംഘം വിദ്യാർത്ഥികൾ കൃഷി ചെയ്ത് വിളവെടുത്ത് കൊണ്ടുവന്ന പച്ചക്കറികൾ ഉപയോഗിച്ച് ഉണ്ടാക്കിയ വിഭവസമൃദ്ധമായ സദ്യയും കഴിച്ചാണ് മടങ്ങിയത്. അന്തിക്കാട്. എടത്തിരുത്തി പഞ്ചായത്തിൽ പ്രളയത്തിൽ തകർന്ന 2 വീടുകൾ പുനർനിർമ്മിച്ചു നൽകി. 5-ാം വാർഡിൽ കൊച്ചത്ത് പ്രമീള സുബ്രഹ്മണ്യൻ, 16-ാം വാർഡിൽ ചിരുകണ്ടത്ത് അമ്മിണി എന്നിവരുടെ വീടുകളാണ് പ്രവാസി മലയാളിയായ ജിജോ ചക്കപ്പന്റെ സഹായത്താൽ നിർമ്മിച്ചു നൽകിയത്. 450 ചതുരശ്രടിയിൽ നിർമ്മാണം പൂർത്തീകരിച്ച വീട് ഒന്നിന് 7 ലക്ഷം രൂപയാണ് ചെലവ്. എടത്തിരുത്തിയിൽ പ്രളയം ബാധിച്ച് 120 വീടുകൾ തകർന്നിരുന്നു. സഹകരണ വകുപ്പിന്റെ കെയർ ഹോം പദ്ധതിയിൽ ഉൾപ്പെടുത്തിയും വിവിധ സന്നദ്ധ സംഘടനകളുടെ നേതൃത്വത്തിലും 30ഓളം വീടുകളുടെ പണി പുരോഗമിക്കുകയാണ്. പ്രമീള സുബ്രഹ്മണ്യന്റെ വസതിയിൽ വെച്ച് പുനർനിർമ്മിച്ച വീടുകളുടെ താക്കോൽദാനം നടത്തി. ഇ ടി ടൈസൺ MLA ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് പ്രസിഡന്റ് ബൈന പ്രദീപ് അധ്യക്ഷത വഹിച്ചു. ജില്ലാ കളക്ടർ TV അനുപമ, ലാൻഡ് റവന്യൂ കമ്മീഷണർ AT ജെയിംസ് എന്നിവർ താക്കോൽദാനം നിർവഹിച്ചു. വീട് നിർമ്മിച്ചു നൽകിയ പ്രവാസി മലയാളി ജിജോ ചക്കപ്പനെയും വീട് നിർമ്മാണത്തിന് സഹായിച്ച വ്യക്തികളെയും ചടങ്ങിൽ ആദരിച്ചു. ഗുരുവായൂർ നെന്മിനിയിൽ കിണറ്റിൽ വീണ പശുവിനെ നാട്ടുകാരും ഫയർഫോഴ്സും ചേർന്ന് 5 മണിക്കൂർ നീണ്ട പരിശ്രമത്തിനൊടുവിൽ രക്ഷപ്പെടുത്തി. നെന്മിനി മന്നം സ്മാരക റോഡിൽ പാലിയത്ത് ചന്ദ്രന്റെ ഉടമസ്ഥതയിലുള്ള പശുവാണ് കയറഴിഞ്ഞ് നടന്ന് ആൾമറയില്ലാത്ത കിണറ്റിൽ വീണത്. ഉച്ചയ്ക്ക് പശുവിനെ കറക്കാൻ ഉടമയെത്തിയപ്പോഴാണ് കയർ അഴിഞ്ഞുപോയ വിവരം അറിയുന്നത്. തുടർന്ന് നടത്തിയ തിരച്ചിലിലാണ് കാടുപിടിച്ചു കിടക്കുന്ന കിണറിന് സമീപത്ത് നിന്ന് പശുവിന്റെ മുരൾച്ച കേൾക്കുന്നത്. ഉടൻ തന്നെ ഫയർഫോഴ്സിനെ വിവരം അറിയിക്കുകയായിരുന്നു. 18 കോൽ ആഴമുള്ള കിണറിൽ 5 കോൽ വെള്ളമുണ്ടായിരുന്നു. ഫയർഫോഴ്സ് എത്തി നടത്തിയ ശ്രമം പരാജയപ്പെട്ടതിനെ തുടർന്ന് ക്രെയിനിന്റെ സഹായം തേടുകയായിരുന്നു. അസിസ്റ്റന്റ് ഓഫീസർ M ശ്രീകുമാർ, ലീഡിംഗ് ഫയർമാൻ T സുരേഷ് കുമാർ എന്നിവരുടെ നേതൃത്വത്തിൽ നാട്ടുകാരുടെ സഹായത്തോടെ വൈകിട്ട് 5 മണിയോടെയാണ് പശുവിനെ കരയ്ക്ക് കയറ്റിയത്. വെറ്ററിനറി ഡോക്ടർ KV വിവേകിന്റെ നേതൃത്വത്തിൽ ചികിത്സ നൽകി. സാന്ത്വന ചികിത്സയുടെ തണലിൽ കഴിയുന്നവർ ഒത്തുചേർന്ന് ആടിയും പാടിയും താളമിട്ടും ഒരു ദിവസം ഉത്സവത്തിമർപ്പിലാക്കി. ഗുരുവായൂർ നഗരസഭ ഒരുക്കിയ സ്നേഹ സാന്ത്വന സംഗമത്തിലാണ് രോഗപീഠകളുടെ വേദനയും പരിമിതികളുമെല്ലാം മറന്ന് അവർ ഒത്തുചേർന്നത്. തൈക്കാട്, പൂക്കോട് പ്രാഥമികാരോഗ്യ കേന്ദ്രങ്ങളുടെ നേതൃത്വത്തിലാണ് ടൗൺഹാളിൽ സ്നേഹ സാന്ത്വന സംഗമം സംഘടിപ്പിച്ചത്. ഉത്സവങ്ങളും ആഘോഷങ്ങളുമൊക്കെ ഗൃഹാതുരമായ ഓർമ്മകളായവരെ വീണ്ടും ആഘോഷങ്ങളുടെ ലോകത്തേക്ക് കൈപിടിച്ചു നടത്തുന്ന വിധത്തിലാണ് പരിപാടികൾ ഒരുക്കിയിരുന്നത്. നാടൻ പാട്ടുകളും ഗാനമേളയുമൊക്കെയായി രംഗം കൊഴുത്തപ്പോൾ വീൽചെയറിൽ കഴിയുന്നവരും സ്ട്രെച്ചറിലുള്ളവരുമൊക്കെ കൈകൊണ്ട് താളം പിടിച്ചു. സംഘാടകരായ ആരോഗ്യപ്രവർത്തകരും ഔപചാരികതകളുടെ ആവരണം മാറ്റിവെച്ച് ആഘോഷത്തിൽ പങ്കാളികളായി നൃത്തം ചവിട്ടിയതോടെ ടൗൺഹാൾ ഉത്സവത്തിമിർപ്പിലായി. സ്ഥിരം സമിതി അധ്യക്ഷ M രതിയും കൗൺസിലർ ബഷീർ പൂക്കോട്ടും ഗായകരായി മാറി. സംഗമം നഗരസഭാ ചെയർപേഴ്സൺ VS രേവതി ഉദ്ഘാടനം ചെയ്തു. വൈസ് ചെയർമാൻ KP വിനോദ് അധ്യക്ഷത വഹിച്ചു. സ്ഥിരം സമിതി അധ്യക്ഷരായ നിർമ്മല കേരളൻ, KV വിവിധ്, മെഡിക്കൽ ഓഫീസർ K ലസിത എന്നിവർ സംസാരിച്ചു. എല്ലാവർക്കും സദ്യയും ഒരുക്കിയിരുന്നു. TCV ന്യൂസ്, ഗുരുവായൂർ. ഗുരുവായൂർ നഗരസഭയുടെ ബസ് ടെർമിനലും കിഴക്കേനടയിലെ തെരുവോര കച്ചവട കേന്ദ്രവും നിർമ്മിക്കാനുള്ള നടപടികൾ തുടങ്ങാൻ കൗൺസിൽ യോഗം തീരുമാനിച്ചു. 15 കോടി രൂപ ചെലവിലാണ് ടെർമിനലും കച്ചവട കേന്ദ്രവും നിർമ്മിക്കുന്നത്. തൃശൂർ ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജിലെ കണ്ടിന്യൂയിംഗ് എഡ്യൂക്കേഷൻ സെന്ററാണ് വിശദമായ പദ്ധതി രേഖ തയ്യാറാക്കുന്നത്. ആർക്കിടെക്ചറൽ ഡിസൈൻ തയ്യാറാക്കുന്നതിന് എഞ്ചിനീയറിംഗ് കോളേജുമായി കരാറുണ്ടാക്കിയതായി ചെയർപേഴ്സൺ VS രേവതി കൗൺസിലിൽ അറിയിച്ചു. ഉദ്ഘാടനം കഴിഞ്ഞ് തൈക്കാട് പകൽ വീടും മൃഗാശുപത്രിയും തുറന്നുകൊടുക്കണമെന്ന് പ്രതിപക്ഷം ആവശ്യപ്പെട്ടു. പൂർണ്ണമായ സൗകര്യങ്ങൾ ഒരുക്കി ഇവ എത്രയും പെട്ടെന്ന് തുറന്നുകൊടുക്കുമെന്ന് ഭരണപക്ഷം അറിയിച്ചു. പ്രശസ്ത കലാകാരൻ ഗീതാനന്ദന് അവിട്ടത്തൂരിന്റെ പ്രണാമമായി ഗീതാനന്ദൻ സ്മൃതി സന്ധ്യ. 2018 ജനുവരി 28-നാണ് അവിട്ടത്തൂർ തിരുവുത്സവ വേദിയിൽ കല്യാണ സൗഗന്ധികം ഓട്ടൻതുള്ളൽ അവതരിപ്പിക്കുന്നതിനിടെ സിനിമാ താരവും കൂടിയായ ഗീതാനന്ദൻ വേദിയിൽ കുഴഞ്ഞു വീണ് മരിച്ചത്. ഗുരുവിന് പ്രണാമമായി ഗീതാനന്ദൻ വേദിയിൽ നിർത്തിയെടുത്ത് നിന്ന് ഇത്തവണ കല്യാണ സൗഗന്ധികം ഓട്ടൻതുള്ളൽ അദ്ദേഹത്തിന്റെ പ്രിയ ശിഷ്യയും അവിട്ടത്തൂർ സ്വദേശിയുമായ ശ്രീജ വിശ്വം പൂർത്തിയാക്കി. സ്വതവേ ഫലിതരൂപേണ അവതരിപ്പിക്കുന്ന ഓട്ടൻതുള്ളൽ
കാണികളെ ഏറെ ചിരിപ്പിക്കാറുണ്ടെങ്കിലും ഗീതാനന്ദന്റെ സ്മരണയിൽ കണ്ണുകൾ നിറഞ്ഞാണ് കാണികൾ തുള്ളൽ വീക്ഷിച്ചത്. ഗീതാനന്ദന്റെ ചിത്രത്തിൽ ശിഷ്യയുടെ പ്രണാമത്തോടെ തുള്ളൽ അവസാനിപ്പിച്ചത് നിറഞ്ഞ കരഘോഷങ്ങളോടെ കാണികൾ എതിരേറ്റു. തുടർന്ന് ഗീതാനന്ദന്റെ ഭാര്യ ശോഭ ഗീതാനന്ദനും മകൾ ശ്രീലക്ഷ്മിയും ഗീതാനന്ദന്റെ സ്മരണയ്ക്ക് മുന്നിൽ നമസ്കരിച്ച് അവതരിപ്പിച്ച മോഹിനിയാട്ടം ആ കലാകുടുംബത്തിൽ നിന്നുള്ള വേറിട്ട കാഴ്ചയായി. ഭഗവത് സന്നിധിയിലെ വേദിയിൽ തന്നെ ലയിച്ചില്ലാതാകാൻ സാധിച്ചത് ഗീതാനന്ദന് ലഭിച്ച ഏറ്റവും വലിയ സുഹൃതമാണെന്ന് ഭാര്യ ശോഭ ഗീതാനന്ദൻ പറഞ്ഞു. TCV ഇരിങ്ങാലക്കുട. പാർക്കാടി പൂരം ഞായറാഴ്ച ആഘോഷിക്കും. കൂട്ടിയെഴുന്നള്ളിപ്പിൽ 46 ദേശങ്ങളിൽ നിന്നുമായി 55 ഗജവീരന്മാർ അകമ്പടിയേകും. ഇത്തവണ കരിമരുന്ന് പ്രയോഗം ഉണ്ടാകില്ല. കൂട്ടിയെഴുന്നള്ളിപ്പിൽ ഗുരുവായൂർ പത്മനാഭൻ, തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രൻ, ചെർപ്പുളശ്ശേരി രാജശേഖരൻ, ചുരക്കൽ കാളിദാസൻ തുടങ്ങിയ കൊമ്പന്മാർ അണിനിരക്കും. 200-ലേറെ കലാകാരന്മാർ പങ്കെടുക്കുന്ന പാണ്ടിമേളത്തിന് കിഴക്കൂട്ട് അനിയന്മാരാർ നേതൃത്വം നൽകും. പ്രളയാനന്തര കുഴൂരിന്റെ വീണ്ടെടുപ്പ് ലക്ഷ്യവുമായി KP പത്രോസ് വൈദ്യൻസ് കണ്ടംകുളത്തി വൈദ്യശാലയും പാറപ്പുറം യുവജനവേദിയും ചേർന്നൊരുക്കിയ വർണ്ണവിസ്മയ കാഴ്ചകളുമായി അമ്പ് ഗ്രാമം മിഴി തുറന്നു. തെക്കൻ താണിശ്ശേരി സെന്റ് സേവിയേഴ്സ് പള്ളിയിലെ അമ്പ് തിരുനാളിനോടനുബന്ധിച്ചാണ് കുഴൂർ സർക്കാർ ഹൈസ്കൂൾ മൈതാനത്ത് യങ്സ്റ്റേഴ്സ് ഫെസ്റ്റ് എന്ന പേരിൽ അമ്പ് ഗ്രാമം ഒരുക്കിയിട്ടുള്ളത്. ഡാവിഞ്ചി സുരേഷ് ഒരുക്കുന്ന ചലനാത്മക സൃഷ്ടികളുടെ അത്ഭുത ലോകം, വിവിധ കലാസാംസ്കാരിക പരിപാടികൾ, വളർത്തു പക്ഷി അലങ്കാര മത്സ്യ പ്രദർശനം, വർണ്ണശബളമായ ഘോഷയാത്ര, ദീപാലങ്കാരം, പുഷ്പഭക്ഷ്യമേളകൾ, അമ്യൂസ്മെന്റ് പാർക്ക് തുടങ്ങി നിരവധി ഇനങ്ങളാണ് ഈ മാസം 22 വരെ നീണ്ടുനിൽക്കുന്ന അമ്പ് ഗ്രാമത്തിലുള്ളത്. സൗജന്യമായി കാണാൻ അവസരമുള്ള അമ്പ് ഗ്രാമത്തിലേക്ക് നിരവധി പേരാണ് എത്തുന്നത്. സർവമത സാംസ്കാരിക വേദിയായ അമ്പ് ഗ്രാമത്തിൽ വെച്ച് പ്രളയഘട്ടത്തിൽ സേവനം ചെയ്ത മാധ്യമപ്രവർത്തകരെയും ഉദ്യോഗസ്ഥരെയും ആദരിക്കും. വിവിധ ദിവസങ്ങളിലെ സാംസ്കാരിക സമ്മേളനങ്ങളിൽ നിരവധി പ്രമുഖരാണ് പങ്കെടുക്കുന്നത്. ഫാദർ ആന്റണി പോൾ പറമ്പേത്ത് അമ്പ് ഗ്രാമം തുറന്നുകൊടുത്തു. KP പത്രോസ് വൈദ്യൻസ് കണ്ടംകുളത്തി വൈദ്യശാല മാനേജിംഗ് ഡയറക്ടർ KP വിൽസൺ കണ്ടംകുളത്തി, ലിൻസൺ K പോൾ, ഫെബിൻ തെറ്റയിൽ, ഉഷ സദാനന്ദൻ, KA തോമസ്, PR അജിത് കുമാർ, MK സുബ്രഹ്മണ്യൻ, CO ഡേവിസ് എന്നിവർ സംസാരിച്ചു. TCV മാള. ഇടവേള. അമ്മയ്ക്ക് കളർഫുൾ സാരി ഇതുടുത്താൽ കല്യാണ പെണ്ണ് തന്നെ. അതെ, ഡിസൈനർ സാരി, സെറ്റ് സാരി, ചുരിദാർ, ഫ്രോക്ക്, കുട്ടികൾക്കുള്ള റെഡിമെയ്ഡ്സ്, ഷർട്ട്, ജീൻസ് ഇതെല്ലാം ഇവിടുന്ന് സെലക്ട് ചെയ്യാനുണ്ട്. സാധാരണക്കാരുടെ വിവാഹ സങ്കല്പങ്ങളെ സാക്ഷാത്കരിക്കുവാൻ കേരള വസ്ത്രാലയം, പട്ടാമ്പി റോഡ്, കുന്നംകുളം. കടങ്ങോട് ഗ്രാമപഞ്ചായത്ത് ജനകീയ ആസൂത്രണ പദ്ധതി പ്രകാരം SC വിദ്യാർത്ഥികൾക്ക് മേശയും കസേരയും വിതരണം ചെയ്തു. 1 മുതൽ 7 വരെ ക്ലാസുകളിലുള്ള 50 വിദ്യാർത്ഥികൾക്ക് 3 ലക്ഷം രൂപ ചെലവഴിച്ചാണ് പദ്ധതി നടപ്പിലാക്കിയത്. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രമണി രാജൻ ഉദ്ഘാടനം ചെയ്തു. വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ജലീൽ ആദൂർ അധ്യക്ഷത വഹിച്ചു. വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അഡ്വക്കേറ്റ് KM നൌഷാദ്, പഞ്ചായത്ത് അംഗങ്ങൾ, അസിസ്റ്റന്റ് സെക്രട്ടറി ഷൈനി തുടങ്ങിയവർ സംസാരിച്ചു. കേരള നിയമസഭയും സാക്ഷരതാ മിഷനും സംയുക്തമായി നടത്തുന്ന ഭരണഘടനാ സന്ദേശയാത്രയ്ക്ക് ചേലക്കര VT ഭട്ടത്തിരി നഗറിൽ സ്വീകരണം നൽകി. കേരള കലാമണ്ഡലം രജിസ്ട്രാർ ഡോക്ടർ RK ജയപ്രകാശ് ഉദ്ഘാടനം നിർവഹിച്ചു. പഴയന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് V തങ്കമ്മ അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന സാക്ഷരതാ മിഷൻ ഡയറക്ടർ PH ശ്രീകല ഭരണഘടനാ സാക്ഷരതാ സന്ദേശം നൽകി. പഴയന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് M പത്മകുമാർ, ചേലക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് R ഉണ്ണികൃഷ്ണൻ, പഴയന്നൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശോഭന രാജൻ തുടങ്ങിയവർ സംസാരിച്ചു. അഖിലേന്ത്യാ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ പെരിഞ്ഞനം വില്ലേജ് സമ്മേളനം ജില്ലാ കമ്മിറ്റി അംഗം PC ശ്രീദേവി ഉദ്ഘാടനം ചെയ്തു. CK ഗിരിജ, മൃദുല ഗിരീഷ്, വൃന്ദ പ്രേംദാസ് എന്നിവർ സംസാരിച്ചു. പൊതുവിദ്യാഭ്യാസ വകുപ്പും കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്തും സംയുക്തമായി എടത്തിരുത്തി പഞ്ചായത്ത് തല വിജ്ഞാനോത്സവം സംഘടിപ്പിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് ബൈന പ്രദീപ് ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് AB സതീഷ് അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ രഞ്ജിനി സത്യൻ, ഗീത മോഹൻദാസ്, VT മനോഹരൻ എന്നിവർ സംസാരിച്ചു. പ്രളയം എല്ലാം കവർന്നെടുത്തെങ്കിലും നഷ്ടം സ്വയം സഹിച്ച രഞ്ജിത്ത് പൊട്ടുവെള്ളരിയിലൂടെ വീണ്ടും കാർഷിക മേഖലയിൽ വിപ്ലവം സൃഷ്ടിച്ചു. ഓണത്തിന് വിളവെടുക്കാനിരുന്ന കൃഷി പ്രളയത്തിൽ മുങ്ങി ലക്ഷങ്ങളുടെ നഷ്ടമാണ് മാള അഷ്ടമിച്ചിറ സ്വദേശി ചിറ്റേത്ത് രഞ്ജിത്തിന് വരുത്തിയത്.
ഓണത്തിന് വിളവെടുക്കാവുന്ന 15 ഏക്കർ സ്ഥലത്തെ വെണ്ട, പാവൽ, പയർ, തക്കാളി, വഴുതന തുടങ്ങിയ കൃഷികളാണ് പ്രളയത്തിൽ നശിച്ചത്. നഷ്ടങ്ങളിൽ പഴിച്ച് വെറുതെ ഇരിക്കാതെ ഈ യുവ കർഷകൻ വീണ്ടും കാർഷിക മേഖലയിൽ സജീവമായപ്പോൾ പ്രകൃതിയും അനുഗ്രഹിച്ചു. പ്രളയശേഷം വിവിധയിടങ്ങളിലായി 20 ഏക്കർ സ്ഥലത്താണ് പൊട്ടുവെള്ളരി കൃഷി ചെയ്തിട്ടുള്ളത്. ഓരോ സ്ഥലത്ത് വിളവെടുപ്പ് അവസാനിക്കുമ്പോൾ മറ്റൊരിടത്ത് തുടങ്ങുന്ന രീതിയിലാണ് കൃഷി ക്രമീകരിച്ചിട്ടുള്ളതെന്ന് രഞ്ജിത്ത് പറയുന്നു. പ്രളയത്തിന് ശേഷം ഇപ്പോൾ കർഷകർക്ക് ഭയങ്കര ഇതിലാണ്. അതിന് ശേഷം നമ്മളിപ്പോൾ മെയിനായിട്ട് തുടങ്ങിയേക്കുന്ന ക്രോപ്പ് പൊട്ടുവെള്ളരിയാണ്. പൊട്ടുവെള്ളരി ഇപ്പോൾ നമ്മൾ നവംബർ തൊട്ട് ഹാർവെസ്റ്റ് ചെയ്ത് തുടങ്ങിയതാണ്. നവംബർ തൊട്ട് നമ്മളിപ്പോൾ സ്ഥിരമായിട്ട് അവർക്ക് ആഴ്ചയിൽ ഒരു 3-4 ലോഡ് 5 ലോഡൊക്കെ കൊടുക്കാവുന്ന വിധത്തിലാണ് ഇപ്പോൾ ഇതായിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ വേനൽക്കാലം പൂർണ്ണമായി വിളവെടുക്കാനും വിപണി പ്രയോജനപ്പെടുത്താനും രഞ്ജിത്തിന് കഴിയുന്നുണ്ട്. പൊട്ടുവെള്ളരി കൃഷി ഇറക്കി 40 ദിവസം മുതൽ 65 ദിവസം വരെയാണ് വിളവെടുപ്പ് സാധ്യമാകുന്നത്. പൊട്ടുവെള്ളരി കൃഷിക്ക് നല്ല വെയിലും വെള്ളവും ആവശ്യമാണ്. ആദ്യഘട്ടം വിളവെടുപ്പിൽ 10 കിലോയോളം തൂക്കം വരുന്ന പൊട്ടുവെള്ളരി ലഭിച്ചിട്ടുണ്ട്. ഒരേക്കർ സ്ഥലത്ത് നിന്ന് ശരാശരി 10 ടണ്ണിലധികം വിളവ് ലഭിക്കും. ഈ വിളവെടുപ്പിന് ശേഷം വിഷു വിപണി ലക്ഷ്യമിട്ടുള്ള പച്ചക്കറി കൃഷി നടത്തും. ഇതിലേറെയും കണിവെള്ളരി ആയിരിക്കുമെന്ന പ്രത്യേകതയുമുണ്ട്. 2013 സംസ്ഥാനത്തെ മികച്ച യുവ കർഷകനുള്ള കൃഷിവകുപ്പിന്റെ അവാർഡ് ലഭിച്ച രഞ്ജിത്ത് കാലാവസ്ഥയും വിപണിയും അറിഞ്ഞുള്ള കൃഷിരീതിയാണ് പിന്തുടരുന്നത്. TCV മാള. ചേർപ്പ് സെന്റ് ആന്റണീസ് ദേവാലയത്തിലെ തിരുനാളിനോടനുബന്ധിച്ച് ദേവാലയ ദീപാലങ്കാര സ്വിച്ച് ഓൺ കർമ്മം ചേർപ്പ് SI SR സനീഷ് നിർവഹിച്ചു. ഞായറാഴ്ച രാവിലെ നടക്കുന്ന തിരുനാൾ തിരുകർമ്മങ്ങൾക്ക് ചിക്കാഗോ സഹായമെത്രാൻ മാർ ജോയ് ആലപ്പട്ട് മുഖ്യ കാർമ്മികത്വം വഹിക്കും. ദേവാലയ വികാരി ഫാദർ പോൾ പയ്യപ്പള്ളി, പബ്ലിസിറ്റി കൺവീനർ ജിമ്മി കല്ലൂക്കാരൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ എടത്തിരുത്തി യൂണിറ്റ് സമ്മേളനം ജില്ലാ കമ്മിറ്റി അംഗം K അജിത ഉദ്ഘാടനം ചെയ്തു. യൂണിറ്റ് പ്രസിഡന്റ് KK സിദ്ധാർത്ഥൻ അധ്യക്ഷത വഹിച്ചു. NM അസീസ്, NC രവി, PV സുരേന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു. ചാവക്കാട് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ KV ഷാനവാസ് നയിക്കുന്ന ഗാന്ധി സ്മൃതി പദയാത്ര മുൻ DCC പ്രസിഡന്റ് O അബ്ദുറഹ്മാൻ കുട്ടി ഉദ്ഘാടനം ചെയ്തു. ഗുരുവായൂർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് CA ഗോപപ്രതാപൻ മുഖ്യപ്രഭാഷണം നടത്തി. KK സെയ്ദ് മുഹമ്മദ്, K നവാസ്, ബീന രവിശങ്കർ, ലൈല മജീദ് തുടങ്ങിയവർ സംസാരിച്ചു. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് KPSTA സംസ്ഥാന പ്രസിഡന്റ് P ഹരിഗോവിന്ദൻ നയിക്കുന്ന വിദ്യാഭ്യാസ സംരക്ഷണ ജാഥ ജ്യോതിർഗമയ്ക്ക് ചാവക്കാട് വസന്തം കോർണറിൽ സ്വീകരണം നൽകി. DCC വൈസ് പ്രസിഡന്റ് ജോസ് വള്ളൂർ സ്വീകരണ യോഗം ഉദ്ഘാടനം ചെയ്തു. KPSTA സംസ്ഥാന എക്സിക്യൂട്ടീവ് CK സോമൻ അധ്യക്ഷനായി. സംസ്ഥാന പ്രസിഡന്റ് P ഹരിഗോവിന്ദൻ, സൈജു കോളേങ്ങാടൻ, ഗോപപ്രതാപൻ എന്നിവർ സംസാരിച്ചു. KPSTA സംസ്ഥാന സെക്രട്ടറി സനൽകുമാറിനെ ചടങ്ങിൽ ആദരിച്ചു. പ്രളയത്തിൽ ഇരിങ്ങാലക്കുട മേഖലയിൽ കന്നുകാലികളെ നഷ്ടപ്പെട്ടവർക്ക് ധനസഹായം വിതരണം ചെയ്തു. ഇരിങ്ങാലക്കുട മൃഗാശുപത്രിയിൽ നടന്ന ചടങ്ങിൽ നഗരസഭാ ചെയർപേഴ്സൺ നിമ്യ ഷിജു ധനസഹായ വിതരണം നിർവഹിച്ചു. വികസനകാര്യ ചെയർപേഴ്സൺ കുര്യൻ ജോസഫ് അധ്യക്ഷത വഹിച്ചു. വൈസ് ചെയർപേഴ്സൺ രാജേശ്വരി ശിവരാമൻ നായർ, മീനാക്ഷി ജോഷി, PV ശിവകുമാർ, ഡോക്ടർ ബാബുരാജ് തുടങ്ങിയവർ സംസാരിച്ചു. കുന്നംകുളം കാവിലക്കാട് പൂരമഹോത്സവം ഈ മാസം 25-ന് വിപുലമായി ആഘോഷിക്കുമെന്ന് ക്ഷേത്രം ഭാരവാഹികൾ കുന്നംകുളത്ത് വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. പൂരത്തിന്റെ കൊടിയേറ്റം ക്ഷേത്രം തന്ത്രി അഴകത്ത് ശാസ്ത്രശർമ്മൻ നമ്പൂതിരിപ്പാട് നിർവഹിച്ചു. 23-ന് പറയെടുപ്പ് ആരംഭിക്കും. പൂരദിവസമായ 25-ന് രാവിലെ മുതൽ ക്ഷേത്രത്തിൽ വിശേഷാൽ പൂജകൾ, നടക്കൽ, പറ എന്നിവയുണ്ടാകും. കൂട്ടിയെഴുന്നള്ളിപ്പിൽ 25 ആനകൾ പങ്കെടുക്കും. തുടർന്ന് നടക്കുന്ന പാണ്ടിമേളത്തിന് കക്കാട് രാജപ്പൻമാരാർ നേതൃത്വം നൽകും. വാർത്താസമ്മേളനത്തിൽ കാവിലക്കാട് ക്ഷേത്രം പ്രസിഡന്റ് ശ്യാമപ്രസാദ്, വൈസ് പ്രസിഡന്റ് അനൂപ്, കമ്മിറ്റി അംഗങ്ങളായ CK ഷാജി, ബിനീഷ് കാവിലക്കാട് എന്നിവർ പങ്കെടുത്തു. വെങ്കിടങ്ങ് പഞ്ചായത്തിൽ കേരഗ്രാമം പദ്ധതിയിൽ ഉൾപ്പെടുത്തി കർഷകർക്ക് ചേനവിത്തുകൾ വിതരണം ചെയ്തു. പഞ്ചായത്തിൽ 250 ഹെക്ടർ സ്ഥലത്താണ് ചേനകൃഷി ചെയ്യുന്നത്. ഇതിനാവശ്യമായ 22 ടൺ ചേനവിത്ത് പഞ്ചായത്തിലെത്തി. മുരളി പെരുന്നെല്ലി MLA ചേനവിത്ത് വിതരണം ഉദ്ഘാടനം ചെയ്തു. വെങ്കിടങ്ങ് പഞ്ചായത്ത് പ്രസിഡന്റ് രതി M ശങ്കർ യോഗത്തിൽ അധ്യക്ഷയായിരുന്നു. കൃഷി ഓഫീസർ അശ്വതി പ്രസാദ്, കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ MK സരസ്വതി, വൈസ് പ്രസിഡന്റ് KV മനോഹരൻ തുടങ്ങിയവർ സംസാരിച്ചു. ആധുനിക സൗകര്യങ്ങളോടെ പുനർനിർമ്മിച്ച വെള്ളിക്കുളങ്ങര സ്മാർട്ട് വില്ലേജ് ഓഫീസിന്റെ ഉദ്ഘാടനം തിങ്കളാഴ്ച നടക്കുമെന്ന് അധികൃതർ കൊടകരയിൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. തിങ്കളാഴ്ച രാവിലെ റവന്യൂ മന്ത്രി E ചന്ദ്രശേഖരൻ വില്ലേജ് ഓഫീസ് ഉദ്ഘാടനം ചെയ്യും. വാർത്താസമ്മേളനത്തിൽ മറ്റത്തൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PC സുബ്രൻ, ചാലക്കുടി തഹസിൽദാർ EN രാജു, ഡെപ്യൂട്ടി തഹസിൽദാർ ആന്റോ ജോസഫ്, വെള്ളിക്കുളങ്ങര വില്ലേജ് ഓഫീസർ PD ഷാജു, പഞ്ചായത്ത് അംഗങ്ങളായ ജോയ് കാവുങ്ങൽ, PS അംബുജാക്ഷൻ എന്നിവർ പങ്കെടുത്തു. തിരുവള്ളക്കാവ് ചേർപ്പ് ഗവൺമെന്റ് ഹൈസ്കൂൾ റോഡിന്റെ വീതി കൂട്ടുന്നതിന്റെയും നടപ്പാത നിർമ്മാണത്തിന്റെയും പ്രവർത്തനോദ്ഘാടനം നടത്തി. ഗീതാഗോപി MLAയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും 37 ലക്ഷം രൂപ ചെലവഴിച്ചാണ് നിർമ്മാണ പ്രവൃത്തികൾ നടത്തുന്നത്.
ഗീതാഗോപി എം.എൽ.എ പ്രവർത്തനോദ്ഘാടനം നിർവഹിച്ചു. ചേർപ്പ് പഞ്ചായത്ത് പ്രസിഡന്റ് സി കെ വിനോദ് അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് അംഗം പി കെ ലോഹിതാക്ഷൻ, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വി ആർ സരള, റോഡ്സ് പൊതുമരാമത്ത് വകുപ്പ് അസിസ്റ്റന്റ് എഞ്ചിനീയർ നിമേഷ് പുഷ്പൻ, തിരുവുള്ളക്കാവ് ദേവസ്വം സെക്രട്ടറി എ കുമാരൻ എന്നിവർ സംസാരിച്ചു. ഇടവേള. തൃശൂരിന് പൊന്നിഴപാകിയ സുവർണ പാരമ്പര്യം ചിരിയൻ കണ്ടത്ത് ജുവലറി. വാർത്തകളിലേക്ക്. കാടുകുറ്റി പഞ്ചായത്തിലെ 11, 12, 13 വാർഡുകളിലെ കാർഷിക ജലസേചന പ്രവൃത്തികൾക്കും കുടിവെള്ള പ്രശ്നങ്ങൾക്കും ശാശ്വത പരിഹാരമാകുന്നു. ചെറാലക്കുന്ന് തോട്ടത്തിക്കടവ് ലിഫ്റ്റ് ഇറിഗേഷൻ പദ്ധതിയാണ് പുതിയ പ്രതീക്ഷയാകുന്നത്. പദ്ധതിയുടെ ഉദ്ഘാടനം ഇന്നസെന്റ് എം.പി. നിർവഹിച്ചു. ബി ഡി ദേവസി എം.എൽ.എ അധ്യക്ഷത വഹിച്ചു. ചാലക്കുടി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ ഷിജു, ജില്ലാ പഞ്ചായത്ത് അംഗം അഡ്വക്കേറ്റ് കെ.ആർ. സുമേഷ്, പഞ്ചായത്ത് അംഗങ്ങൾ എന്നിവർ സംസാരിച്ചു. ഇന്നസെന്റ് എം.പിയുടെ പ്രാദേശിക വികസന ഫണ്ടിൽ നിന്നും 57 ലക്ഷം രൂപ ചെലവഴിച്ചാണ് പദ്ധതി തയ്യാറാക്കിയത്. ചേലക്കര കിള്ളിമംഗലം ശ്രീ മാരിയമ്മൻ ക്ഷേത്രത്തിൽ പ്രതിഷ്ഠാ ദിനാഘോഷം നടന്നു. തന്ത്രി തരണനെല്ലൂർ നെടുമ്പുള്ളി മന ഹരി നമ്പൂതിരി മുഖ്യ കാർമ്മികത്വം വഹിച്ചു. തുടർന്ന് പൊങ്കാല, അന്നദാനം, പൂമൂടൽ, കളഭച്ചാർത്ത് എന്നിവയും നടന്നു. നിരവധി ഭക്തജനങ്ങൾ പങ്കെടുത്തു. ചെമ്പൂച്ചിറ സർക്കാർ ഹയർ സെക്കൻഡറി സ്കൂളിലെ നാഷണൽ സർവീസ് സ്കീം യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ രക്തദാന ക്യാമ്പ് സംഘടിപ്പിച്ചു. കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ആശ ഉണ്ണികൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. PTA പ്രസിഡന്റ് മധു തൈശുവളപ്പിൽ അധ്യക്ഷത വഹിച്ചു. 116 തവണ രക്തദാനം ചെയ്ത മറ്റത്തൂർ പഞ്ചായത്ത് അംഗം ജോയി കാവുങ്ങലിനെ ചടങ്ങിൽ ആദരിച്ചു. പ്രിൻസിപ്പൽ ടി വി ഗോപി, പ്രധാനാധ്യാപിക PP ടെസി, NSS പ്രോഗ്രാം ഓഫീസർ കെ സുനേഷ് എബ്രഹാം എന്നിവർ സംസാരിച്ചു. കേരള പ്രദേശ് സ്കൂൾ ടീച്ചേഴ്സ് അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ ഇരിങ്ങാലക്കുട ഉപജില്ലാ സമ്മേളനവും യാത്രയയപ്പും നടത്തി. ഗവൺമെന്റ് ഗേൾസ് സ്കൂളിൽ നടന്ന സമ്മേളനം മുൻ ചീഫ് വിപ്പ് തോമസ് ഉണ്ണിയാടൻ ഉദ്ഘാടനം ചെയ്തു. അസോസിയേഷൻ വിദ്യാഭ്യാസ ജില്ലാ പ്രസിഡന്റ് കെ.എ. നാസർ അധ്യക്ഷനായിരുന്നു. സോണിയ ഗിരി, PU വിൽസൺ, CS അബ്ദുൾ ഹക്ക് തുടങ്ങിയവർ സംസാരിച്ചു. ചടങ്ങിൽ വിരമിക്കുന്ന അധ്യാപകരെ ആദരിച്ചു. കൊടകര പഞ്ചായത്തിലെ 13-ാം വാർഡിൽ നവീകരണം പൂർത്തിയാക്കിയ ചെറുവത്തൂർ പോലീസ് സ്റ്റേഷൻ റോഡ് നാടിന് സമർപ്പിച്ചു. കൊടകര പഞ്ചായത്ത് പ്രസിഡന്റ് PR പ്രസാദൻ ഉദ്ഘാടനം ചെയ്തു. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ വിലാസിനി ശശി, വാർഡ് വികസന സമിതി കൺവീനർ രതീഷ് കരിപ്പറമ്പിൽ എന്നിവർ സംസാരിച്ചു. 2018-19 സാമ്പത്തിക വർഷത്തിലെ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി 10.5 ലക്ഷം രൂപ ചെലവഴിച്ചാണ് റോഡ് നവീകരിച്ചത്. പൊയ്യ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഗാന്ധി സ്മൃതി പദയാത്ര സംഘടിപ്പിച്ചു. മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് സാബു കൈതാരൻ നയിച്ച പദയാത്രയ്ക്ക് വിവിധ കേന്ദ്രങ്ങളിൽ സ്വീകരണം നൽകി. DCC പ്രസിഡന്റ് TN പ്രതാപൻ ഉദ്ഘാടനം ചെയ്തു. AA അഷ്റഫ്, PD ജോസ്, സായി കോലഞ്ചേരി, TM നാസർ, CA ബെന്നി തുടങ്ങിയവർ സംസാരിച്ചു. റിപ്പബ്ലിക് ദിനത്തോടനുബന്ധിച്ച് SKSSF തൃശൂർ ജില്ലാ കമ്മിറ്റി പഴയന്നൂർ മേഖല മനുഷ്യജാലിക സംഘടിപ്പിക്കുന്നു. ഇതിന്റെ ഭാഗമായി പ്രവർത്തനം ആരംഭിച്ച ഓഫീസിന്റെ ഉദ്ഘാടനം SYS സംസ്ഥാന ഉപാധ്യക്ഷൻ സായിദ് ഇമ്പിച്ചി തങ്ങൾ ഉദ്ഘാടനം ചെയ്തു. ഇബ്രാഹിം അൻവരി അധ്യക്ഷത വഹിച്ചു. SKSSF സ്റ്റേറ്റ് സെക്രട്ടേറിയറ്റ് അംഗം ഷഹീർ ദേശമംഗലം മുഖ്യപ്രഭാഷണം നടത്തി. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് BMS ഗുരുവായൂർ നഗരസഭാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പദയാത്ര നടത്തി. കോട്ടപ്പടി സെന്ററിൽ നിന്ന് ആരംഭിച്ച പദയാത്ര BMS ജില്ലാ ജോയിന്റ് സെക്രട്ടറി സേതു തിരുവങ്കടം ഉദ്ഘാടനം ചെയ്തു. സമാപന സമ്മേളനം BMS ജില്ലാ പ്രസിഡന്റ് AC കൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. മേഖലാ സെക്രട്ടറി VK സുരേഷ് ബാബു, VC സുനിൽകുമാർ, PM രവീന്ദ്രൻ, PK അറുമുഖൻ തുടങ്ങിയവർ സംസാരിച്ചു. കേരള സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് ഇൻസ്പെക്ടേഴ്സ് ആൻഡ് ഓഡിറ്റേഴ്സ് അസോസിയേഷൻ സംസ്ഥാന നേതൃത്വ പരിശീലന ക്യാമ്പ് അനിൽ അക്കര MLA ഉദ്ഘാടനം ചെയ്തു. പൂമരയിൽ നടക്കുന്ന ക്യാമ്പിൽ മുൻ നിയമസഭാ സ്പീക്കർ തേറമ്പിൽ രാമകൃഷ്ണൻ മുഖ്യപ്രഭാഷണം നടത്തി. അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് ബേബി തോമസ് എൽദോ അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന ജനറൽ സെക്രട്ടറി M രാജേഷ് കുമാർ, ഫ്രാൻസിസ് ജെഫേഴ്സൺ, VK അജിത് കുമാർ എന്നിവർ സംസാരിച്ചു. ഒരിക്കൽ കൂടി പ്രധാന വാർത്തകൾ. മുനമ്പം മനുഷ്യക്കടത്തുമായി ബന്ധപ്പെട്ട് ഗുരുവായൂരിലെ 3 ഹോട്ടലുകളിൽ പരിശോധന. ശ്രീലങ്കൻ അഭയാർത്ഥികൾ ഉൾപ്പെടെ 91 പേരടങ്ങുന്ന സംഘം ഗുരുവായൂരിൽ താമസിച്ചതായി കണ്ടെത്തി. വൈദ്യുതി ബോർഡും കേബിൾ TV ഓപ്പറേറ്റർമാരും തമ്മിലുള്ള പ്രശ്നങ്ങൾ ചർച്ച ചെയ്ത് പരിഹരിക്കണമെന്ന് മന്ത്രി MM മണി. പ്രാദേശിക മാധ്യമങ്ങളെ ഇല്ലായ്മ ചെയ്യാനായി എത്തുന്ന വൻകിട കുത്തകകളെ കരുതിയിരിക്കണമെന്നും മന്ത്രി. മേലൂരിലെ പുലിഭീതി ജില്ലയുടെ അതിർത്തി ഗ്രാമങ്ങളിലേക്കും. പുലിയെ പിടികൂടാനുള്ള ശ്രമങ്ങളുമായി വനം വകുപ്പ്. നന്ദിക്കരയിൽ ഗണപതി ക്ഷേത്രത്തിൽ മോഷണം. 1.5 വർഷത്തിനിടെ ക്ഷേത്രത്തിൽ മോഷണം നടക്കുന്നത് 3-ാം തവണ. സർക്കാർ സ്കൂളുകൾ സംരക്ഷിക്കാൻ പൊതുജനങ്ങളുടെ കരുതലും സഹകരണവും ഉണ്ടാകണമെന്ന് മന്ത്രി AC മൊയ്തീൻ. 5 വർഷം കൊണ്ട് കേരളത്തിലെ സർക്കാർ വിദ്യാലയങ്ങൾ ഹൈടെക് ആക്കി മാറ്റുമെന്ന് ഡോക്ടർ PK ബിജു MP.
ഈ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.